ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ നിർത്ത തേങ്ങയൊക്കെ കുട്ടികൾ ചിരണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ അമാനും അമീനും ഇവിടെ ഉള്ളിയൊക്കെ തൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുള്ളിയാണ് തൊണ്ട് പൊളിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുള്ളി ഇങ്ങനെ തൊണ്ട് പൊളിച്ച് വച്ചിരിക്കുന്നു. കുറച്ചൊക്കെ തൊണ്ട് പൊളിച്ചു. ഇനിയും വെക്കാനുണ്ട്, പാത്രത്തിലേക്കല്ല കേട്ടോ, ടേബിളിൻ്റെ പുറത്തേക്ക് ഇടണേ. അപ്പം നമ്മൾ അങ്ങനെ തേങ്ങ ചിരണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തേക്കണേലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറുള്ളി ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള വലിയ ജീരകം, അതായത് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ അരി കഴുകി എടുത്തിട്ടുണ്ട്. അരി കഴുകി നന്നായിട്ട് എടുത്തു. ഇനി നമ്മൾ തേങ്ങ അരച്ചുകൊണ്ടിരുന്നത് അരച്ചിട്ടുണ്ട്, മീനാട്ടോ അരച്ചത്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചതിന് വെള്ളം ചേർത്ത് ഒഴിക്കുന്നു. ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ വീഡിയോ കാട്ടാൻ വിട്ടുപോയി. കൈകൊണ്ട് ഇളക്കി ഉപ്പ് നോക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി നോക്കിയതിന് ശേഷം കൈ അരിയുടെ മുകളിൽ വരാൻ നേരത്ത് നമ്മുടെ വെള്ളം ഇത്രയും വേണം. ഇത്രയും വെള്ളം ഉണ്ടെങ്കിലാണ്, അരിയുടെ മുകളിൽ ഇത്രയും വെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് വെള്ളത്തിൽ നമുക്ക് ഈ ഒരു ചോറ് കുക്കായി കിട്ടും. അതിനാണ് നമ്മൾ അങ്ങനെ അരിക്ക് വെള്ളം ഉണ്ടോ നോക്കുന്നത്. ഇത്രയും വെള്ളം വേണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു അരി കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ ഉപ്പ് കൂടിയോ എന്നുള്ളത് ഒന്ന് തൊട്ട് വായിൽ വെച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഉപ്പ് കൂടിയിട്ടില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ഉരുളിയിലേക്ക് അത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്, അടുപ്പത്തേക്ക് വയ്ക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി തേങ്ങാച്ചോറ് ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റാണ്. അപ്പോൾ ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ഇലയാണിത്. അപ്പോൾ അതുകൂടി ഒന്ന് നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. ആ ഒരു ഇല ഇടുന്നത് കുറച്ച് നമുക്ക് ഒരു മണവും ഒരു ടേസ്റ്റി ആവാൻ ഉള്ളൊരു സംഭവമാണ്. അതിനു വേണ്ടിയാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തിരുന്ന് ഇത് തിളച്ച് നമുക്കൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇളക്കി ഇടുകയൊക്കെ ചെയ്യണം. അന്നേരം നമുക്ക് കാണാം കേട്ടോ. അപ്പം നമുക്ക് ഒരു 2-3 ഇതിൽ കറിവേപ്പില, ചെറിയ തളുത്ത കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇളക്കി നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി മൂടണം. ഇനി ഇത്രയും വെള്ളം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വയ്ക്കുക. അങ്ങനെ തട്ടിപ്പൊത്തി മൂടി വെച്ച് കഴിയാൻ നേരത്ത് ഇനി ബാക്കിയുള്ള വേവ് ഇങ്ങനെ ആവിയിലിരുന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ തട്ടിപ്പൊത്തി മൂടി വെക്കണം. തട്ടിപ്പൊത്തി മൂടി വെക്കാൻ നേരത്തെ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെയാണ് തട്ടിപ്പൊത്തി മൂടി വെക്കണം. ഇനി വെള്ളം കുറയണതനുസരിച്ച് നമ്മൾ ഇത് വെള്ളയിലേക്ക് കുറച്ചുകൂടി നന്നായിട്ട് തട്ടിപ്പൊത്തി മൂടണം. ഇതിലിപ്പോൾ ഇത്രത്തോളം വെള്ളമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിലിരുന്ന് ഇനി നമുക്കിത് വെന്ത് കിട്ടണം. നമ്മൾ ഇവിടെ ചിക്കൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ, അതായത് മുളക് പൊടി, ഇതിൽ തേച്ച് പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്കെല്ലാം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് മുളകെല്ലാം പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച്, ഇപ്പോൾ ഈ ചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചൂടായി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറി വയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട്
നമുക്ക് കറി വയ്ക്കുന്നത് കാണിക്കാം. നമ്മളൊരു അറേബ്യൻ രീതിയിലാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലെ ആ ഒരു ചിക്കൻ്റെ നെയ്യൊക്കെ നമ്മൾ അതിലിട്ട് കൊടുക്കും. ആ നെയ്യെല്ലാം അതിലേക്ക് ജോയിൻ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ചിക്കൻ ഇട്ടാദ്യം നമുക്ക് കൊടുക്കാം. നമുക്ക് 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇടുമ്പോൾ തന്നെ ചിക്കൻ വലിയ ഒത്തിരി ഉള്ളതായിട്ട് തോന്നും, പക്ഷേ അത് നമുക്കൊന്ന് ചുരുങ്ങി കിട്ടും. അപ്പോൾ നമുക്കിതിൽ ആവശ്യത്തിന് സ്ഥലം ഉണ്ടാവും കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കണം. ഇനി കുറച്ചുകൂടി ഇടാനുണ്ട്, അത് നമുക്ക് അടുത്ത ടിപ്പിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ചിക്കൻ ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വരണം കേട്ടോ. നമ്മളിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ചിക്കൻ വറുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടുവിലേക്ക് ഇതുപോലെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ സവാള ശരിക്കും നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ വഴറ്റിക്കൊണ്ടിരുന്ന സവാള സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി. ഇനി അതിലേക്ക് തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തു. ചുമ്മാ വട്ടത്തിൽ അരിഞ്ഞാണ് തക്കാളി ഇട്ട് കൊടുത്തേക്കണേ. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് നമ്മൾ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരമായി ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് തന്നെ തക്കാളി ശരിക്കും വഴന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഇതുണ്ടോ, ഇത് നമ്മൾ ഓൾറെഡി ചിക്കൻ വറുത്തിട്ടുണ്ടായ ഒരു മസാലയുടെ ഇതിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലേക്ക് വിട്ടിട്ട് ഇതുണ്ടോ ഓരോ സ്ഥലത്ത് തെളിഞ്ഞ് തന്നെ ഉണ്ടോ, ഇതുപോലെ നമുക്ക് ഇട്ടുകൂട്ടോ. തക്കാളി ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയാണത്. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാ സ്ഥലത്തും ഇങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഇല ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഏകദേശം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഇല ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ വെള്ളമൊക്കെ ഇതിലുള്ള ഒരു ചെറിയൊരു വെള്ളം പോലെയുള്ളത് ഒക്കെ പറ്റിച്ച് ഒന്നോടെ മുറുക്കിയെടുക്കണം. നമ്മളിതൊന്ന് പകുതി ഫ്രൈ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കൂടി നമുക്കൊന്ന് ശരിയായി കിട്ടണം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന്. അതിന് ശേഷമാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഊറ്റി ഇത് കറി ഓക്കെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായ ഒരു ടൈമിൽ നമ്മളിത് ഫ്രഷ് ക്രീം ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് വെജിറ്റബിളിൻ്റെ ഫ്രഷ് ക്രീം കേട്ടോ. ഇപ്പോൾ അറേബ്യൻ ഡിഷസിലൊക്കെയും ഇതും കാണുന്നതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു ഇതിലിരുന്നത് നമുക്ക് കുക്കായി കിട്ടണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി വിടാം. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറോടെ ഇതിലേക്ക് കഴുകി വിട്ടിട്ടുണ്ട്. ഇനി അത്രയും മതി. ആ ഒരു വെള്ളത്തിൽ നമുക്കിത് കുക്കായി കിട്ടണം. ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ഇളക്കിയും കൊടുക്കാം. നമ്മൾ വേറെ കൂടുതൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഈ സമയത്ത് നമ്മളിതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഉപ്പുണ്ടോയെന്ന് നോക്കി അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇരുന്ന് ഇതൊന്ന് കുറുകി നല്ലൊരു പരുവത്തിനായി കിട്ടുമ്പോൾ ഇത് ഓക്കെ ആകും. ഇത് നമുക്ക് അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ഡിഷാട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് കുക്കായി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പം നമ്മുടെ കറി ഏകദേശം ഓക്കെ ആയി. ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാതിരിക്കരുത്, കാരണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ നമുക്കറിയാലോ ആരൊക്കെ ചെയ്ത് നോക്കാറുണ്ടെന്ന്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പത്തിൻ്റെ ഒപ്പം പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ തേങ്ങാച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.